നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. സ്കൂളുകളൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റുമായിട്ട് മാഷ് വന്നു. ഉറപ്പായിട്ടും നിങ്ങളുടെ പരീക്ഷ കലണ്ടർ വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ പബ്ലിക് എക്സാം +1 +2 കുട്ടികളുടെ പബ്ലിക് എക്സാം മാർച്ച് 3 മുതൽ മാർച്ച് 28 വരെയാണ്. സബ്ജക്റ്റുകളുടെ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വന്നില്ല. പക്ഷേ മാർച്ച് 3-ാം തീയതി തുടങ്ങി മാർച്ച് 28-ാം തീയതി അവസാനിക്കും. അന്നേരം ഏകദേശം 20-25 ദിവസത്തോളം ഗ്യാപ്പിലാണ് നിങ്ങളുടെ +1-ൻ്റെയും +2-ൻ്റെയും പബ്ലിക് എക്സാം. ഇനി നിങ്ങളുടെ ഓണപ്പരീക്ഷ സെപ്റ്റംബർ 4 മുതൽ 12 വരെയാണ്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. 4 മുതൽ 12 വരെയാണ് നിങ്ങളുടെ ഓണപ്പരീക്ഷ. അതായത് ഫസ്റ്റ് ടൈം പരീക്ഷ എന്ന് പറയുന്ന പോലെയാണ് ഓണപ്പരീക്ഷ. +1-നും +2-നും ഉണ്ട് കേട്ടോ. ഇനി ക്രിസ്മസ് പരീക്ഷ ഡിസംബർ 12 മുതൽ 19 വരെയാണ്. ഡിസംബർ 12 മുതൽ 19 വരെയാണ് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷ. ക്ലിയർ? ഇനി നിങ്ങളുടെ +2കാരുടെ പ്രാക്ടിക്കൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ 40 മാർക്കാണ്. ഫെബ്രുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഫെബ്രുവരി 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അന്നേരം അതിന് മുമ്പേ നിങ്ങൾക്ക് മോഡൽ തിയറി കഴിയും, മോഡൽ പ്രാക്ടിക്കൽ കഴിയും. ഇതൊന്നും പറഞ്ഞ് പേടിപ്പിച്ചതല്ല, ഡേറ്റുകളെല്ലാം ആയി. പരീക്ഷാ കലണ്ടറിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അന്നേരം മാർച്ച് 3-ാം തീയതി പബ്ലിക് എക്സാം, ഓണപ്പരീക്ഷ സെപ്റ്റംബർ 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, ക്രിസ്മസ് പരീക്ഷ 12-ാം തീയതി, ഡിസംബർ 12 മുതൽ 19 വരെ എല്ലാ പരീക്ഷകളുടെയും ഡേറ്റായി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ മാത്രം മതി. അന്നേരം നല്ലതുപോലെ പഠിക്കുക. +1-ൽ മാർക്ക് കിട്ടിയ കുട്ടികളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് മാർക്ക് കിട്ടി, ഇനി പ്രശ്നങ്ങളില്ല. അങ്ങനല്ല, നിങ്ങളത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ അത് മെയിൻറ്റെയിൻ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. നിലനിർത്തുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നിലനിർത്താൻ ഇച്ചിരി പ്രയാസമാണ്. നിലനിർത്തി കഴിഞ്ഞാൽ ഓക്കെ. നമ്മൾ പലവട്ടം കണ്ടു +1-ന് ഭയങ്കര മാർക്ക് കിട്ടി, +2-ൽ അതും അങ്ങനെ ഉഴപ്പിക്കളയരുത്. നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ വേണമെങ്കിലും ചേരാം. ഈ പറഞ്ഞ പോലെ ഫിസിക്സ് എല്ലാ സബ്ജക്റ്റിനും ഇവിടെ 2500 രൂപ ഫീസും, എൻട്രൻസ് കൂടി 5000 രൂപ മാത്രമേ ഉള്ളൂ. ഏത് എൻട്രൻസ് എടുത്താലും, അത് നീറ്റോ ജെയ്യോ കീമോ എൻഡി ഏതെടുത്താലും അന്നേരം ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. നല്ല ക്ലാസ്സുകൾ കണ്ടുപഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Never ever give up.